അതെന്ത് സാധനം? സാധനമല്ല, പത്രം. ഞാൻ അതിന്റെ പ്രിന്റർ കം പബ്ലിഷർ കം എഡിറ്റർ കം റിപ്പോർട്ട്. ഞാൻ താനാണ് കക്ഷിയല്ലേ? അതെ, ഞാനാണ്. പത്ര സ്വാതന്ത്ര്യത്തിന് വിലയില്ലേ? കണ്ടുപോലെ പൊട്ടിത്തെറിക്കുന്ന സത്യങ്ങൾ പറയുന്ന തൂലിക പടവാളാക്കിയ എന്നെ പോലുള്ള ദേശാഭിമാനികൾ ഈ നാട്ടിൽ. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇംഗ്ലീഷ് സിനിമ കാണാൻ വേണ്ടി 2 തിയേറ്ററിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. അതിലൊന്ന് ശ്രീധർ തിയേറ്ററും മറ്റൊന്ന് ഷേണൈസുമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ശ്രീധർ തിയേറ്ററിന്റെ ഫ്രണ്ടിലാണ്. ഇത് ഷേണൈസ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന ഒരു തിയേറ്ററാണ്. ഷേണൈസ് കൂടാതെ വരുന്ന തിയേറ്ററുകൾ ശ്രീധറും പത്മയാണ്. ഇനിയിപ്പോ ഷേണൈസിന്റെ കാര്യം പറയാനാണെങ്കിൽ തീപ്പെട്ടി കൂടുപോലെ മുറിച്ച് 5 സ്ക്രീനുകളാക്കി മാറ്റിയൊക്കെയാണ്. ഒമാര് ബാൽക്കണി വരെ മുറിച്ച് തിയേറ്റർ ആക്കിയൊക്കെ. പറയുമ്പോ എന്താ പേരും പ്രതാപമുള്ള തിയേറ്റർ ഒക്കെ തന്നെ. പക്ഷേ സ്പെക്കിന്റെ കാര്യത്തിൽ വളരെ ദാരിദ്ര്യമാണ് ഷേണൈസിന്റെ എല്ലാ തിയേറ്ററും. ഇനി നമുക്ക് ശ്രീധറിന്റെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കാം. കേരളത്തിലെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലെ ഷൺമുഖം റോഡിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപരമായ ഒരു ഒറ്റ സ്ക്രീൻ തിയേറ്ററാണ് ശ്രീധർ സിനിമ. ഇത് 1964-ൽ സ്ഥാപിതമായി. കേരളത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ ചെയ്ത സിനിമ എന്ന ബഹുമതിയും ഈ സിനിമയ്ക്കുണ്ട്. തിയേറ്റർ ഇപ്പോൾ ഹിന്ദി, ഇംഗ്ലീഷ്, ചിലപ്പോൾ മലയാളം സിനിമകളുടെ മിശ്രിതം പ്രദർശിപ്പിക്കുമ്പോൾ ഒരു കാലത്ത് ഇംഗ്ലീഷ് സിനിമകളുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഇത്. ഇന്നും പ്രവർത്തിക്കുന്നു. Shridhar Theatre was opened in 1964, which was the third theatre by Shenoy family. The theatre was named after Sridhar Shenoy, the deceased son of Lakshman Shenoy. The theatre was opened by V.V. Giri, then Governor of Kerala and later President of India. That time, in Kochi, the Hollywood movies were released at Shridhar Theatre. Sridhar is also the first theatre in Kerala to introduce the Dolby sound system. The first 3D digital projector in Kerala came in Sridhar in 2009 with the release of the movie Avatar. പ്രത്യേകിച്ച് എറണാകുളത്തുകാർക്ക് ശ്രീധറിന്റെ ചരിത്രമൊന്നും പറയേണ്ട കാര്യമില്ല. പുറത്തുള്ള ആൾക്കാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ ചരിത്രമൊക്കെ പറയുന്നത്. ഇതിന്റെ ബിൽഡിങ്ങും സ്ട്രക്ചറൊക്കെ അടിപൊളിയാണ്. കൊച്ചിയിൽ ഇംഗ്ലീഷ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്ന തിയേറ്ററാണ് ശ്രീധർ. ഇപ്പൊ ഈ തിയേറ്ററിന്റെ സ്പെക്ക് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ നിലവിൽ ഇപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന ഡോൾബി അറ്റ്മോസും 4K ലാമ്പ് പ്രൊജക്ടറാണ് യൂസ് ചെയ്യുന്നത്. ബി ക്ലാസ് ആയിരുന്ന തിയേറ്റർ ഇതിലും ഗംഭീരമായ അപ്ഡേഷൻസ് ആയിട്ട് തിരിച്ചു വരുന്നുണ്ട്, മാറ്റങ്ങളും വരുന്നു. അപ്പോഴും ശ്രീധറിന് ഒരു മാറ്റവും ഇല്ല. ശ്രീധർ ഇപ്പോഴും ഒരു അപ്ഡേഷൻ ഇല്ലാതെ നിൽക്കുകയാണ്. കൊച്ചിയിൽ ഐമാക്സ് ഒക്കെ വന്ന പോലെ സംതിങ് യൂണീക്ക് ആയിട്ട് എന്തെങ്കിലും മാറ്റം ശ്രീധറിന് കൊണ്ടുവരേണ്ടതാണ്. പുറത്തുനിന്ന് നമ്മുടെ നാട് കാണാൻ വരുന്ന ഒരു സുഹൃത്തിനോട് ഇംഗ്ലീഷ് സിനിമ കാണാൻ പറ്റിയ ബെസ്റ്റ് തിയേറ്റർ ഏതാന്ന് ചോദിക്കുമ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്ന ഒരേ ഒരു തിയേറ്ററാണ് ശ്രീധർ. ഇന്ന് ഞങ്ങൾ പറയുന്ന വനിതാ വിനിതയും PXലും ഐമാക്സും ഒക്കെ ഷേണൈസ് ഗ്രൂപ്പ്. ഞങ്ങൾ പണ്ട് പറഞ്ഞിരുന്ന പോലെ ഇംഗ്ലീഷ് സിനിമ കാണാൻ ഇനി ശ്രീധർ ഉണ്ട്. നിങ്ങൾ ഞങ്ങളെ കൊണ്ട് മാറ്റി പറയിപ്പിക്കണം. അതായത് കേരളത്തിൽ മൊത്തം സംസാര വിഷയമാവുന്ന രീതിയിൽ യൂണീക്ക് ആയിട്ട് ശ്രീധറിനെ തിരിച്ചു കൊണ്ടുവരണം. മറ്റേതെങ്കിലും ഇന്റർനാഷണൽ ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ. എറണാകുളം മറൈൻ ഡ്രൈവ് ഉള്ള ശ്രീധർ സിനിമാസിനെ റീബിൽഡ് ചെയ്ത് നിങ്ങൾ റീലോഞ്ച് ചെയ്യണം. ആ പഴയ ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ട്